സമയം എന്ത് പെട്ടെന്നാ പോന്നേ. നമ്മുടെ ഡിസംബർ ഇങ്ങ് വന്നു. അങ്ങനെ ഒരു വർഷം കഴിയാൻ പോണു. നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് സ്റ്റാറും ട്രീയും ഒക്കെ ഉണ്ടാക്കിയില്ലേ. ഇനി നമുക്കൊരു പുൽക്കൂട് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതൊരു പരീക്ഷണമാണ് കേട്ടോ. കുറേ വീഡിയോസ് കണ്ടിട്ട് ഇത് എൻ്റേതായ രീതിയിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ആകെ ഈ കാർഡ്ബോർഡ് പെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തപ്പിപ്പറക്കി ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ പെട്ടിയുടെ 4 ചിറകും പിന്നെ ഒരു സൈഡും കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ അത് ദാ ഇങ്ങനെ ഇരിക്കും. ഇനി ആ നിവർത്തുന്ന 2 സൈഡ് നിവർന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സൈഡ് വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ല നീളത്തിലുള്ള ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ നല്ല കട്ടിയുള്ള 2-3 കാർഡ്ബോർഡ് കഷ്ണം വെച്ചിട്ട് ഒന്ന് സ്റ്റാപ്ലെയർ ചെയ്ത് എടുക്കുന്നുണ്ട്. ആ വൃത്തികേടൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ വിൻഡോ ദാ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഓപ്പൺ ആയി കിടക്കുന്ന പോർഷനിൽ ഞാൻ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മുകളിൽ വശത്ത് എൻ്റെ കയ്യിൽ വെക്കാൻ പുല്ലില്ല. അതുകൊണ്ട് ഞാൻ മോളുടെ പഴയ ഒരു പാവയിൽ നിന്ന് കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗ്ലൂ തേച്ചിട്ട് ഫുള്ള് ആ പഞ്ഞി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. മഞ്ഞക്കല്ലേ, അങ്ങനെ ഒരു എഫക്റ്റ് ഇരിക്കട്ടെ എന്ന് കരുതി. പുല്ലില്ലാത്തവർക്കും പുൽക്കൂട് ഉണ്ടാക്കണമല്ലോ. ഇത് പുൽക്കൂടല്ല, ഒരു മഞ്ഞ കൂടാണ്. അപ്പം നമുക്ക് ഫുള്ളും ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം നമുക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു അപാകത തോന്നിയതുകൊണ്ട് ഞാൻ ആ 4 സൈഡും കുറച്ചും കൂടി പഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്റ്റാറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് എനിക്ക് കുറച്ച് പുല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചവിട്ടുമെത്ത വാങ്ങിച്ചതിൻ്റെ ബാലൻസ് ഉള്ള പുല്ലാണ്. അത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മക്കളിതാ ഉണ്ണീശുവിനെയും മാതാവിനെയും ഒക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ പുൽക്കൂട് എങ്ങനെയുണ്ട്? ലൈറ്റൊക്കെ ഇട്ടപ്പോൾ സൂപ്പറായില്ലേ. നമ്മളുണ്ടാക്കിയ ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഇഷ്ടമായത്?